മർക്കോസ് 9:30 മുതൽ 37 വരെ. അവിടെ നിന്ന് അവർ പുറപ്പെട്ടു ഗലീലയിൽ കൂടി സഞ്ചരിച്ചു. അതാരും അറിയരുതെന്ന് അവൻ ഇച്ഛിച്ചു. അവൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ കൊന്നിട്ട് 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല. അവനോട് ചേർപ്പാനോ ഭയപ്പെട്ടു. അവർ കപെർനഹൂമിൽ വന്ന് വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് തമ്മിൽ വാദിച്ചത് എന്ത് അവരോട് ചോദിച്ചു. അവരോ തങ്ങളുടെ ഇടയിൽ വലിയവൻ ആർ എന്ന് വഴിയിൽ വെച്ച് വാദിച്ചത് കൊണ്ട് മിണ്ടാതിരുന്നു. അവർ ഇരുന്ന് 12 വരെയും വിളിച്ച്, ഒരുവൻ മുൻപനാകുവാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകരും ആകണം എന്ന് പറഞ്ഞു. ഒരു ശിശുവിനെ എടുത്ത് അവരുടെ നടുവിൽ നിർത്തി അണച്ചുകൊണ്ട് അവരോട്, ഇങ്ങനെയുള്ള ശിശുക്കളിൽ ഒന്നിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെയല്ല എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞു.